ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ പറയാം. ആദ്യമേ ഒരു ഗ്രാമത്തിൽ ഒരച്ഛനും അമ്മയും പൊന്നു പോലെ വളർത്തിക്കൊണ്ട് വന്ന ഒരു മോള്. ആ മോള് നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നു. ഒരു പയ്യനെ ഇഷ്ടപ്പെട്ട് വീട്ടുകാരെയൊക്കെ എതിർത്ത് അവിടുന്ന് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. മീൻസ് എതിർത്താൽ ഇറങ്ങിപ്പോകുന്നു, ഒളിച്ചോടിപ്പോന്നു, കാണാതെ പോന്നു. അങ്ങനെ വേണം കേട്ടോ പറയാൻ. കാണാതെ പോകുമ്പം മകളെ കാണാത്ത അവസരത്തിൽ കുഞ്ഞു മോള് മീൻസ് 19 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയെ കാണുവാനില്ല. അച്ഛനും അമ്മയും സ്വാഭാവികമായി എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തുന്ന അച്ഛനും അമ്മയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. നിങ്ങളുടെ മകൾ എൻ്റെ മകനുമായിട്ട് ഇന്ന ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി. മകനുമായിട്ട്. അപ്പം അവർ ഞെട്ടുന്നു. അതാണ് കഥയുടെ ആദ്യ ഭാഗം. അപ്പോൾ തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. പോലീസ് പയ്യനെയും പെൺകുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ സിനിമ സ്റ്റൈലിൽ മോളെ എൻ്റെ കൂടെ വരൂ എന്ന് സിനിമ സ്റ്റൈലല്ല, അമ്മമാരുടെ ദയനീയ അവസ്ഥയിൽ അമ്മ മകളെ വിളിക്കുന്നു. മോളെ വാ, ഈ ബന്ധം നമുക്ക് വേണ്ട, ഇത് ശരിയാവില്ല, ശാശ്വതമാവില്ല. പണ്ട് അമ്മമാരൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു മക്കളുടെ ഓരോ ചലനവും തിരിച്ചറിയുന്നത് പോലെ ശരി തെറ്റുകളൊക്കെ ഏറ്റവും മുമ്പേ തിരിച്ചറിയുന്ന, നമ്മുടെ മക്കളുടെ വഴിയൊക്കെ തെറ്റിപ്പോകുന്നേക്ക് ആദ്യം തിരിച്ചറിയുന്ന അമ്മമാരായിരിക്കും. ആ ഒരു അതിലായിരിക്കണം. ആ അമ്മയ്ക്ക് ഉൾവിളിയോടെ അമ്മ പറഞ്ഞു, ഈ ബന്ധം ശാശ്വതമാവില്ല, ഇത് വേണ്ട മോളെ, നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അവിടെയാണ് സിനിമ സ്റ്റൈല്. പറ്റില്ല, എനിക്ക് എൻ്റെ ചേട്ടനെ മതി, ഞാൻ എൻ്റെ ചേട്ടനോടൊപ്പം പോവുകയാണ്. ഇതാണ് കഥയുടെ ആദ്യ ഭാഗം. ഈ സംഭവത്തിൽ തുടർന്ന് പെൺകുട്ടി ചേട്ടനോടൊപ്പം വിവാഹം കഴിഞ്ഞ് ചേട്ടനോടൊപ്പം പോകുന്നു. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും വിവാഹിതരായി കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വിവാഹം കഴിച്ച് അവിടേക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെന്താ, അച്ഛന് സുഖമില്ലാതാവുകയും, എന്നാലും സ്വന്തം മകളല്ലേ, എത്ര തെറ്റ് ചെയ്താലും ഈ അച്ഛനും അമ്മമാർക്കൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ ചെയ്യുന്ന തെറ്റല്ലാതായിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരിക്കലും നമ്മളെ കുറ്റം പറയാത്തൊരു വിഭാഗം ഈ അച്ഛനും അമ്മയൊക്കെയാണ് കേട്ടോ. അവര് മകളോട് ക്ഷമിക്കുന്നു. അച്ഛന് സുഖമില്ലാത്തതിൻ്റെ പേരിൽ മകളെ കാണണമെന്ന് ആവശ്യപ്പെടുകയും വീണ്ടും മകള് വീട്ടിലേക്ക് വന്നും പോയൊക്കെ നിൽക്കുന്നു. സ്നേഹമായിട്ട് മകളോടൊപ്പം തന്നെ മകളുടെ ഭർത്താവിനെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ വീട്ടിലെത്തുന്ന മകള് പണ്ടത്തെ പോലെ ഊർജ്ജസ്വലതയല്ലെന്നും അവളിൽ എന്താണ്ടൊക്കെ ദുഃഖങ്ങളുണ്ടെന്നും ഒക്കെ തിരിച്ചറിയുന്ന അമ്മയും അച്ഛനൊക്കെ അവളോട് കാര്യങ്ങൾ തിരക്കുന്നു. അവ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തില്ല, ഈ പെൺകുട്ടികൾ പുറത്തു പറയില്ല. പിന്നെ അവർക്ക് അത് ഡിപ്രഷനായിട്ട് മാറി, അത് അവരുടെ ഉള്ളിൽ തന്നെ കിടക്കും. അതാണ് കഥയുടെ രണ്ടാമത്തെ ഭാഗം. എന്നുവെച്ചാൽ സഹിക്കുക, ആ ഒരു അവസ്ഥയേ ഉള്ളൂ. പിന്നെയും ഡെയിലി ഇവർ വരുന്നു, അച്ഛനും അമ്മയുമായിട്ടൊക്കെ നല്ലപോലെ മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് വെച്ച് ഇവളുടെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിക്കാനായിട്ട് സ്വന്തം വീട്ടിലെത്തുന്ന സമയത്ത് ഭർത്താവിനെ പെൺകുട്ടിയുടെ കൂട്ടുകാരനൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നിൽക്കുന്ന സമയത്ത് പെൺകുട്ടി കൂട്ടുകാരൻ്റെ കാല് പിടിച്ച് പറയുന്നു, ഈ മദ്യപിക്കരുത്, എൻ്റെ ഹസ്ബൻഡ് മദ്യപിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി പെൺകുട്ടിയുടെ ഭർത്താവ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. തിരിച്ചെത്തുന്നു, വീണ്ടും ഒന്നിച്ച് ജീവിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, പോന്നു. പെട്ടെന്നൊരു ദിവസം പെൺകുട്ടി മരണപ്പെട്ടതായിട്ടാണ് മാതാപിതാക്കൾ അറിയുന്നത്. ആത്മഹത്യ ചെയ്തു എന്ന്. ഇതാണ് കഥ. ഈ കഥയിലെ നായിക, ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഞാനൊരു കഥ പറഞ്ഞതല്ല, ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. ഇതൊരു ഇൻസിഡന്റ് അല്ല, ഇതുപോലെ അനേകം ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. നമ്മൾ ആയിട്ട് അറിയപ്പെടുന്നില്ല അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല, തേച്ച് മാച്ച് പോകപ്പെടുന്നു. ഇത് സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ സംഭവിച്ചൊരു കഥയാണ്. പെൺകുട്ടി ശ്രുതിയുടെ അമ്മ പറഞ്ഞ കഥയാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്. ശ്രുതിയെ പൊന്നുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ മകള് നഷ്ടപ്പെട്ട കഥയാണ് അമ്മ പറയുന്നത്. ഈ അമ്മ ഒരു ന്യൂസ് ചാനലിനോട് പറയുന്നതാണ്, അവർ തിരക്കാണ് ശ്രുതിയുടെ മരണത്തെ തുടർന്ന് എന്താണ് സംഭവം എന്ന്. അപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേട്ടിട്ട് വന്നിട്ട് ഈ ജനറേഷനിലെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവരിൽ വരുന്ന മാറ്റം, എങ്ങനെയാണ് ഇവരിതിൽ അകപ്പെട്ടു പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മോള് ശ്രുതി എൻ്റെ മോൻ്റെ മാഹിൻ്റെ കൂടെ ഇറങ്ങി വന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ ഉമ്മയാണ് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത്.
അപ്പോഴത്തേനും പിന്നെ എനിക്ക് എൻ്റെ സമനില എല്ലാം തെറ്റി. അപ്പോഴത്തേനും അപ്പോഴേ പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. ഭരണം ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അന്ന് സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അണ്ണനെ വിളിച്ച് അപ്പോഴത്തേനും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അവിടുന്ന് പോലീസുകാരെല്ലാം കൂടെ പോയി അവരെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്തിനാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്, നിന്റെ ജീവിതം മൊത്തം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഈ ചേട്ടൻ്റെ കൂടെ പോകുന്നുള്ളതെന്ന് പറഞ്ഞ് എൻ്റെ കൈ തട്ടി അങ്ങ് എറിഞ്ഞു. പിന്നെ അവള് അണ്ണന് സുഖമില്ലാതായപ്പോൾ അണ്ണൻ പറഞ്ഞ് എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവള് ഒരാഴ്ച കഴിഞ്ഞപ്പം വന്നു. അങ്ങനെ വന്ന് പിന്നെ വന്നും പോയൊക്കെ നിന്നിരുന്നു. പക്ഷെ അവിടെ മുഖത്തിനൊന്നും ഒരു സന്തോഷമോ ഇവിടുത്തെ ചിരിയും കളിയും ഒന്നും അവിടെ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടല്ലോ ആ അമ്മ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കഥയല്ലേ അമ്മ പറഞ്ഞത്. ഞാനിത് മുന്നേ കൂട്ടി അങ്ങ് പറഞ്ഞത്, ഇത് ഒരു ശ്രുതിയുടെ കഥയോ മാഹിൻ്റെ കഥയോ അല്ല, അല്ലെങ്കിൽ ഈ അമ്മയുടെ അച്ഛൻ്റെയും മാത്രം കഥയല്ല. ഈ ഒരു ജനറേഷനിൽ ഓരോ കുടുംബത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കഥകളാണ്. എനിക്ക് തോന്നുന്നു 90% വീടുകളിലെ അച്ഛനമ്മമാർ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരവസ്ഥയാണിത് കേട്ടോ. തൻ്റെ മക്കള് ഇവർ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യം, ഇത്ര നാൾ നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ്, നിങ്ങൾക്ക് വിശക്കുമ്പോൾ ചോറ് തരും, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തരും, നിങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അല്ല. പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിന് അവരെക്കാൾ നല്ലത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുമെന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട്, തങ്ങളെ വേണ്ട, ചേട്ടനെ മതി എന്ന് പറഞ്ഞ് പോയി. പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല. അത് 100% ശരിയാണ്. പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണും മൂക്കൊന്നുമില്ല. അതിൽ എന്ത് ശരി എന്ത് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അടിപിടി ഉണ്ടാക്കുന്നല്ലോ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ? എന്നടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വ്യാഴാഴ്ച ഇവിടെ ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു. അന്ന് മോള് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോണെച്ചാൽ അല്ല ഇവിടെ അന്ന് മാഹി ഇവിടെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച. മറ്റേ വെള്ളിയാഴ്ച മോളെ പിറന്നാളായിരുന്നു. അപ്പോൾ അന്ന് പിറന്നാൾ ദിവസങ്ങളിൽ മോൾ ഇവിടെ വരുമായിരുന്നു ഒരു കേക്ക് മുറിക്കാനായിട്ട്. അന്ന് വ്യാഴാഴ്ച വന്ന് ഇവിടെ മരുന്നരിയൊക്കെ ആയിരുന്നു. അന്ന് എനിക്ക് സുഖമില്ലാതെ കൊണ്ട് വന്നിട്ട് ഞാൻ പോയി എല്ലാവരെയും വിരട്ടി ഓട്ടിച്ചു. അവരെല്ലാവരും പോയായിരുന്നു. ഈ സ്മിത്ത് വരെ ഉണ്ടായിരുന്നു ഇവിടെ. സുധീരെ കൂടെ പഠിച്ച വഴി. അപ്പം ശനിയാഴ്ച പണിയാണ് ഇവിടെ. 19 വയസ്സേ ഉള്ളു. അപ്പൊ അവൾ അന്നേരവും അവന്റെ കൂടെ പറയുന്ന കാല് പിടിച്ച് കരയുന്നു. എടാ നീ പേടിച്ചു കൊടുക്കരുത്, നീ എന്റെ ജീവിതം തകർക്കല്ലേടാ, എന്റെ ജീവിതം തകർക്കല്ലേ, എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കാല് പിടിക്കുന്നത്. അപ്പൊ അവൻ ചോദിക്കുന്നത്, നിന്റെ ഭർത്താവിന് ഞാനാണോ മദ്യം മേടിച്ചു കൊടുക്കുന്നത്, ഞാനാണോ മദ്യം മേടിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇവൻ ദേഷ്യപ്പെട്ടു ഇവിടെ ഈ അശകളെല്ലാം വലിച്ചു പൊട്ടിച്ച്, സ്മിത്തല്ല മാഹി, അങ്ങനെ ഇത് കേട്ടോണ്ട് നിന്നോണ്ട് അവയെല്ലാം അശയെല്ലാം വലിച്ചു ഒരു തൊട്ടിയും കയറൊക്കെ പൊട്ടിച്ച് കിണറ്റിനകത്ത് അങ്ങിട്ട് അവൻ ബൈക്കൊക്കെ എടുത്തോണ്ട് അവ അപ്പോഴേ അങ്ങ് പോയി. പിന്നെ അവ ഇറങ്ങി വന്നത് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞില്ലേ എന്നാ, 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ആ ഒരു ചൊടിയും ഒന്നും ഇല്ലാതായപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, അവളുടെ ജീവിതത്തിൻ്റെ താളപ്പിഴകൾ മനസ്സിലാക്കി. അവർ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവിടെ വരുന്നു. അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അമ്മ പറയുന്നുണ്ടോ, വർഷങ്ങളെല്ലാം തട്ടിപ്പൊട്ടിച്ചു എന്നൊക്കെ പറയും. ഒന്ന് ആലോചിക്കുക, എന്തുമാത്രം ദുഃഖമാണ് ഉണ്ടാകുന്നില്ലേ. സ്വന്തം അവർക്ക് പറയാനും പറ്റത്തില്ല. മോളെ വിമർശിക്കുമ്പോൾ ചിലപ്പോൾ മോള് എന്ത് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് അവരത് വിമർശിക്കുകയും ചെയ്യില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയാണ്. അമ്മയോട് പറയാൻ മക്കൾക്കോ മക്കളോട് തിരിച്ച് ചോദിക്കാൻ അമ്മയ്ക്കോ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം സ്വയം തിരഞ്ഞെടുത്ത ജീവിതമായതുകൊണ്ട് അമ്മമാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് എന്ത് രീതിയിലാവും. തൻ്റെ മക്കളെ ഒരു മുള്ളു കൊണ്ടുപോലും നോവരുത് എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുണ്ടായതുകൊണ്ട് തന്നെ അച്ഛനമ്മമാര് അവര് തൻ്റെ മകളെ വിമർശിക്കാൻ നിൽക്കാതെ അവരെന്ത് ചെയ്തു, ഇത് വിധിയാണ് എന്നുള്ള രീതിയിൽ അവരും അതിനോട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ദിവസം അവർ കേൾക്കുന്നത് തൻ്റെ മകള് ആത്മഹത്യ ചെയ്തു എന്നതാണ്. ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടെ നടന്നത് എന്താണെന്നും ആ ഒരു ദിവസം, ആ നടന്ന ദിവസം അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയുണ്ടായി മാഹീൻ. അപ്പം മാഹീൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും അവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സ്വാഭാവികത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും ഈ മരണം, എനിക്ക് മാഹിനെ കുറിച്ചോ മറ്റ് മുൻ ധാരണകളൊന്നുമില്ല, എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഈ കുട്ടിയെ കാണുന്നത് തന്നെ അന്ന് ഈ മരണ ദിവസമാണ്. അസ്വാഭാവികത എന്ന് പറയാൻ, ഞങ്ങൾ ഈ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ സുലേഖ നിൽക്കുന്ന തട്ടുകടയിലെ പയ്യൻ ഓടി വരികയാണ്. വരുമ്പോൾ ഈ 2 കൈകളിൽ കോരി എടുത്ത് ഈ കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നതാണ് മാഹിൻ. കോരി ശ്രുതിയെ 2 കൈ കൊടുത്ത് ഇങ്ങനെ എറിഞ്ഞ കണക്ക് കയ്യിലോട്ട് കൊടുക്കുന്നു. അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്കൂട്ടിയിലാണ് ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നത് പോലും. സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഈ വീടും ആശുപത്രിയും തമ്മിൽ ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മാഹീനില്ല. പെട്ടെന്ന് വീണ്ടും റജിലാൽ ഇവിടെ വരികയാണ്. അവിടെ ചെല്ലുമ്പോൾ മകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെയും ആളില്ല. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരിതുണ്ട് എന്നുണ്ടെങ്കിൽ
നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധവും ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇവര് ഈ മോള് പോയതിനു ശേഷം 2 മാസം അല്ല 4 മാസമായി ആകാൻ പോകുന്നു. 3 മാസങ്ങൾ ശരിക്കും കഴിഞ്ഞു. അപ്പൊ പോയിട്ട് അതിനുശേഷം ഇങ്ങോട്ടുള്ള ശ്രുതിയുടെ സംസാരങ്ങളും ശ്രുതിയുടെ രീതികളും ശരിക്കും ഈ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന തരത്തിലാണ്. പിന്നെ അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു എന്തോ ഒരു സംതിങ്. അത് പിറ്റേ ദിവസം ഇതേപോലെ സുധിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച രാഷ്ട്രീയ പ്രവർത്തനോട് മാഹീൻ മോശമായി പെരുമാറി. തുടർന്ന് ആ സമയത്ത് ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടായില്ലേ? സംഘർഷാവസ്ഥ ഉണ്ടായി. ഞങ്ങളിവിടെ CPM മെജോറിറ്റിയുള്ള സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും, ഞാനും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ആ ആൾക്കാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് മാഹീൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീ RS ബിജുവിനോട്, അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തോട് പരുഷമായി സംസാരിക്കുകയും മരിച്ചു കിടക്കുന്ന ആളിനോട് പോയി സത്യം ചോദ്യം എന്നൊക്കെ പറയുന്ന സമയത്താണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ പെൺകുട്ടിയുടെ ആൾക്കാരും ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇവന്റെ വൈകുന്ന ഇങ്ങനെ ഒരു വാക്ക് വീഴുന്നത്. ശേഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും. അതായിരുന്നു അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ പിന്നെ മാഹീനെ കുറിച്ച്. മാഹീൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കേട്ടോ. കാര്യം മാഹീന്റെ മാതൃ സഹോദരിയുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്വാഭാവിക മരണം എന്ന പേരിലും ഒരു കേസുണ്ട്. ആരാണ് തെറ്റ് ചെയ്തതെന്നോ എന്താണ് ഇതിന്റെ കാരണമെന്നോ നമുക്കറിയില്ല. ഇനി ഇവർ തമ്മിലുണ്ടായ സൗന്ദര്യപ്പിണക്കമാണോ, പെട്ടെന്ന് ആണല്ലോ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു തെറ്റായ ചിന്ത ഉണ്ടാകുന്നത്. എന്താണ് കാര്യം നമുക്കറിയില്ല. ഒന്നും അറിയാൻ നമ്മൾ ആരെയും വിമർശിക്കുന്നില്ല. എന്തായാലും കേസ് നടക്കട്ടെ. പക്ഷേ ഒരു 90% കുട്ടികളുടെയും വിധി ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക മക്കളെ. ഇത്രമാത്രം ഇത്രയും നാൾ നിങ്ങൾക്ക് ഏതാണ് ശരി തെറ്റെന്ന് നോക്കി ചെയ്യാൻ അറിയാവുന്ന അച്ഛനമ്മമാർക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. നിങ്ങളത് മനസ്സിലാക്കി അവരെ ഒന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഇതിൽ ആരാണ് തെറ്റ് ആരാണ് ശരിയെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അച്ഛനമ്മമാരുടെയും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്വാഭാവിക മരണമാണോ എന്നൊരു ചോദ്യം ഇതിൽ ഉന്നയിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വാർത്ത കേട്ടിട്ട്, അല്ലാതെ ഇവർ പറയുന്നത് കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളിത് കണ്ടതിന് ശേഷം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.